ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർഡ്ബോർഡ് ബോക്സുകൾ കൊണ്ട് കുഞ്ഞൊരു ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. നമുക്ക് ഇത് സ്റ്റഡി ടേബിളായിട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ടേബിളായിട്ടോ സ്റ്റോറേജ് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ഒരു ടേബിളായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മക്കളുടെ സ്കൂളിലെ വെക്കേഷനൊക്കെ തീരാറായില്ലേ? അപ്പോൾ ഇതുപോലത്തെ ബോക്സുകൾ കൊണ്ട് ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ ഇത് യൂസ്ഫുൾ ആകുകയും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ബുക്കുകൾ വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ മുകളിൽ വെച്ച് എഴുതാനും വരയ്ക്കാനും പഠിക്കാനും പറ്റുകയും ചെയ്യും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഇത്രയും ബോക്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് 2 ബോക്സുകൾ മാത്രം മതി. ഗ്യാസ് സ്റ്റൗവിൻ്റെയും മോപ്പിൻ്റെയും ബോക്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബോക്സ് മാത്രം മതി നമുക്ക് ഇത് ചെയ്തെടുക്കാൻ. മോപ്പിരുന്ന ബോക്സ് ഈ ടേബിളിൻ്റെ കാലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ബലം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ പഴയ തുണികളാണ് ഇട്ട് കൊടുക്കുന്നത്. പഴയ ഡ്രസ്സോ അല്ലെങ്കിൽ കട്ട് പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കാലിന് നല്ല ബലം കിട്ടുകയും ചെയ്യും. ഇത് മറിഞ്ഞു പോവത്തുമില്ല. ഇനി തുണിക്ക് പകരം പഴയ ബുക്ക് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഉള്ളിലാക്കി കൊടുത്ത് നിറച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബോക്സ് നന്നായി അടച്ചു കൊടുത്ത് ആ ജോയിൻറ്റ് പോർഷൻ വരുമ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായി കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഒട്ടിച്ചു കൊടുക്കണേ. ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ബോക്സിൻ്റെ ഉള്ളിൽ തുണി നിറച്ച് സെല്ലോ ടേപ്പും ഒട്ടിച്ച് നല്ല ഫിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുഞ്ഞു ബോക്സുകൾ എടുത്ത് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല ബലത്തിന് തന്നെ ഈ ബോക്സ് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് വീതിക്കും നീളത്തിനുമുള്ള ഒരു ബോക്സാണ് വേണ്ടത്. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ബോക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ജോയിൻറ്റ് ചെയ്ത് വേറെ ബോക്സ് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ടേബിളിന് കാലായിട്ട് ഒരൊറ്റ ബോക്സേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അത് വലിയ ബോക്സിൻ്റെ സെൻറ്ററിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം മതി. തുണിയും കൂടി നിറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല ബലത്തിന് തന്നെ ഇരുന്നുകൊള്ളും. അപ്പോൾ ഇതുപോലെ ബോക്സിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൻ്റെ ബോക്സ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിലായിരിക്കണം ഒട്ടിച്ചു കൊടുക്കാനേ. ഈ ടേബിളിൻ്റെ കാല് കറക്റ്റ് ഈ ബോക്സിൻ്റെ സെൻറ്ററിലായിട്ട് വരണം. ആ രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഈ ബോക്സുകൾ ഫുള്ളും കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റുകൾ പൊതിഞ്ഞ് കിട്ടുന്ന പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൻ്റെ പാല് കാച്ചിന് ഗിഫ്റ്റുകൾ കിട്ടിയപ്പോൾ അത് പൊതിഞ്ഞ് വെച്ചിരുന്ന പേപ്പർ ഇതുപോലെ ഇളക്കി മാറ്റി സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതായിരുന്നേ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ നല്ല ഭംഗിയിലുള്ള തുണിയോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ വാൾപേപ്പറോ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഇത് ഒന്നുമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ മതിയെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ആ കളറുള്ള പോർഷൻ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇതിൻ്റെ മറു സൈഡിലുള്ള ആ ഡിസൈനുള്ള പോർഷനാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ്. ഈ ഗിഫ്റ്റ് പൊതി ആയതുകൊണ്ട് ഇത് പല നിറത്തിലും പല ഡിസൈനിലുമുള്ളതാണ്. അപ്പോൾ മറു സൈഡിലാകുമ്പോൾ ഡിസൈനൊന്നും മാറിയാലും വൈറ്റ് നിറമായിരിക്കും എല്ലാത്തിനും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലോട്ട് ആക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. ഇനി മുകളിലത്തെ ബോക്സിൻ്റെ തുറന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ. ബോക്സ് തുറന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ കവർ ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ ബോക്സിൻ്റെ സൈഡുകളും എല്ലാം കവർ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ബോക്സും ഇതുപോലെ തന്നെ നമുക്ക് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ കണ്ടോ 2 ബോക്സുകളും ഫുള്ളും കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. മക്കളുടെ ബുക്കും ക്രയോണും കളർ പേനയും ചാർട്ട് പേപ്പറും എല്ലാം ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുത്ത് സ്റ്റോറേജ് ചെയ്ത് വെക്കാനും പറ്റും. ഇത് നല്ല രീതിയിൽ അടച്ച് നീറ്റാക്കി വെക്കുകയും ചെയ്യാം. വലിച്ച് വാരി ഇടുകയും വേണ്ട. ഇത് അടച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് പെൻ സ്റ്റാൻഡും വെച്ച് കൊടുക്കാം. ഇനി ചെയർ ടേബിളിൻ്റെ അടുത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മക്കൾക്ക് ബുക്ക് ടേബിളിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് എഴുതുകയും വരയ്ക്കുകയും വായിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് തുറന്ന് ബുക്ക് എടുക്കാനും തിരിച്ച് വെക്കാനും ഒക്കെ എളുപ്പമാണ്. സ്റ്റഡി ടേബിൾ ഇല്ലാത്ത മക്കൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. ഇതിന് ഒരുപാട് ചിലവൊന്നുമില്ല. കുറച്ച് ഗ്ലൂ മാത്രമേ നമ്മൾക്ക് ചിലവായിട്ടുള്ളൂ. നമ്മൾ കളയാൻ വെച്ചിരുന്ന കാർഡ്ബോർഡ് ബോക്സും ഗിഫ്റ്റ് പൊതിന് കിട്ടിയ പേപ്പറുമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതില്ലാത്തവർക്കാണെങ്കിൽ ചാർട്ട് പേപ്പറും കൂടി വാങ്ങേണ്ടി വരും. ഇനി ക്രാഫ്റ്റ് ചെയ്യുന്ന ടേബിളായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ യൂസ് ചെയ്യുന്ന ബ്രഷ് എല്ലാം വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ക്രാഫ്റ്റും ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാനും എളുപ്പമാണ്. ഇനി പേപ്പറൊന്നും ഒട്ടിച്ചു കൊടുത്തില്ല എങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു നല്ലൊരു തുണി മടക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ അമ്മമാരൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാകും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.